ക്വസ്റ്റ്യനിൽ ഇത് 6 വോൾട്ട് ആണ് കേട്ടോ. ഒരു 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ 4 വോൾട്ട് ഉണ്ട്, 2 ഓം, 8 ഓം, 5 ഓം, 3 റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. മെഷ് അനാലിസിസ് വെച്ചിട്ട് ലൂപ്പ് 1 കറണ്ട് I1 കറണ്ടും I2 കറണ്ടും കണ്ടുപിടിക്കണം. ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിന് ചോദിക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്നാണ്. ടോട്ടൽ കറണ്ട് ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് I കാണിച്ചിട്ടുണ്ടാവും. ടോട്ടൽ കറണ്ട് ആകുമ്പോഴത്തേനും I ഈസ് ദ സം ഓഫ് I1 പ്ലസ് I2 ആണ്. അപ്പോൾ I1 I2 കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് I കണ്ടുപിടിച്ചാൽ മതി. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? റെസിസ്റ്റൻസിന് പൊളാരിറ്റി അസൈൻ ചെയ്യണം. സോ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ക്ലോക്ക്വൈസ് ഡയറക്ഷൻ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തല്ല. ഇനി ലൂപ്പ് 1 നോക്കുമ്പോൾ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആണ്. ഹയർ പൊട്ടൻഷ്യൽക്ക് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് 6 is equal to 2I1 minus 2 plus upper plus 5 into common resistor I1 towards downwards I2 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് upwards. അപ്പോൾ I1 minus I2 എന്നിട്ട് 2I1 plus 5I1 minus 5I2, that is 7I1 minus 5I2 is equal to 6 volt ആണല്ലോ. equal to 6 volt ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ലൂപ്പ് നോക്കാം. ലൂപ്പ് 2 നോക്കുമ്പോഴത്തേന് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. ദാറ്റ് മീൻസ് -4. -4 is equal to എന്തെന്നാ വരിക? 8I2 plus 5 into നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പ്ലസ് 5 into കൺസിഡർ ചെയ്യുന്ന ലൂപ്പ് കറന്റ് I2 minus I1, that is 8I2 plus 5I2 minus 5I1, that equals എന്തെന്നാ കിട്ടുക? 13I2 minus 5I1. ഓർഡർ ചെയ്യുമ്പോഴത്തേനും ഞാൻ സർക്യൂട്ട് മായ്ക്കുവാണേ. ഓർഡർ ചെയ്യുമ്പോൾ -5I1 പ്ലസ് അപ്പോൾ ഇത് ഇക്വേഷൻ എന്താ? 6 is equal to 7I1 minus 5I2. സെക്കൻഡ് ലൂപ്പിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് -4 is equal to -5I1 minus പ്ലസ് 13I2. മെട്രിക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. S3കാര് സർക്യൂട്ട് സിനാസുകാരൊന്നും മെട്രിക്സ് ചെയ്യണ്ട, ഡയറക്റ്റ് ഇക്വേഷൻ സൊല്യൂഷൻ ചെയ്താൽ മതി. ഓക്കെ, മെട്രിക്സ് ചെയ്യുമ്പോഴത്തേനും 6ഉം -4ഉം എഴുതി. എന്താ എഴുതുക? 7 -5 -5 13 I1 I2 അടുത്ത മെട്രിക്സ്. I2 is equal to 2 by delta. First we have to find the delta. 7 minus 5 minus 5 13 determinant. Up and down 7 into 13 minus 5 into -5. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 66 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഡെൽറ്റ 2 കിട്ടണം. അപ്പോൾ ഞാൻ ഡെൽറ്റ ഇങ്ങോട്ട് എഴുതുന്നു 66. ഓക്കെ, ഇനി ഡെൽറ്റ 2 ആകുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് ഫസ്റ്റ് കോളം അങ്ങ് റൈസ് ചെയ്തിട്ട് 6ഉം -4ഉം കൊടുക്കണം. 6ഉം -4ഉം കൊടുക്കുമ്പോൾ ഡെൽറ്റ 1 കിട്ടും. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 6 into 13 minus -5 into -4 അല്ലേ? അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 58 എന്ന് കിട്ടി. പഠിക്കാൻ വേണ്ടി ഞാൻ മെട്രിക്സ് എഴുതാൻ പോവാ. ഡെൽറ്റ 2 ആകുമ്പോഴത്തേനും 7ഉം -5, ഫസ്റ്റ് കോളം റിമൈൻസ് ദ സെയിം, സെക്കൻഡ് കോളം 6ഉം -4. അന്നേരം എന്തെന്ന് കിട്ടും? 7 4s are 28 -28 minus of minus പ്ലസ്. അപ്പോൾ എന്താ? -2 എന്ന് കിട്ടും. അല്ല, +2 എന്ന് കിട്ടും. -28 പ്ലസ് 30 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡെൽറ്റ 2 കിട്ടിയിട്ടുണ്ട് 2 എന്ന്. Delta 1 by delta 58 divided by 66. Delta 2 by delta 2 divided by 66. അപ്പോൾ നമുക്ക് I1ഉം I2ഉം കിട്ടിയിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഇനി 3 ലൂപ്പിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്.
ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 വോൾട്ടേജ് സോഴ്സും കുറെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൽ നമ്മൾ മെഷ് അനാലിസിസ് വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യനിൽ കറണ്ടിൻ്റെ ഡിറക്ഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി, പക്ഷേ റെസിസ്റ്റൻസിൻ്റെ പൊളാരിറ്റി അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഡു എന്താണ്, നമുക്ക് അസൈൻ ചെയ്യണം, റെസിസ്റ്റൻസിൻ്റെ പൊളാരിറ്റി അസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പൊളാരിറ്റി അസൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഡയറക്ഷൻ നോക്കിയപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഫസ്റ്റ് ലൂപ്പ്. സോ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആൻഡ് മൈനസ് പ്ലസ് അവിടെ പൊളാരിറ്റി കൊടുത്തു കഴിഞ്ഞല്ലോ. then again സെക്കൻഡ് ലൂപ്പ് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇവിടെ മൈനസ് പ്ലസ് കൊടുത്തു. തേർഡ് ഡിറക്ഷൻ നോക്കുമ്പോഴും ക്ലോക്ക് വൈസിൽ വരുന്നുണ്ട്, മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എഴുതിയല്ലോ. ദെൻ നമുക്ക് ലൂപ്പ് 1ന്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ലൂപ്പ് 1ന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ കിട്ടുക, ഹയർ ടു നെഗറ്റീവ് ആണ്, ഹയർ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഞാൻ 10 is equal to 1i1 then minus to plus ആണ്. അപ്പോൾ പ്ലസ് 3 into i1 towards i1 അല്ല 3 ഓമിൽ കൂടി i1 കറണ്ട് ടുവാർഡ്സ് ഡൗൺവാർഡ്സും i2 കറണ്ട് ടുവാർഡ്സ് അപ്വേർഡ്സും ആണ്. അപ്പോൾ i1 മൈനസ് i2 എന്ന് കിട്ടി. then again ഇവിടെ വന്നിട്ട് എന്തുണ്ട്, 6 മൈനസ് ടു പ്ലസ് ആയിട്ട് പ്ലസ് 6 കൊടുത്തു. i1 towards downwards, i3 towards upwards, therefore i1 minus i3 എന്ന കറണ്ട് കിട്ടി അല്ലേ. ഇനി ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 is equal to 1i1 plus 3i1 minus 3i2 plus 6i1 minus 6i3 എന്ന് കിട്ടി. ഇതിൽ എന്തെന്നാ കിട്ടുക, 10i1 minus 3i2 minus 6i3 is equal to 10 volt voltage source. This is our equation number 1. First equation number കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലൂപ്പ് ചെയ്യാം. ലൂപ്പ് 2 ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാ ഉള്ളത്, സോഴ്സ് ഉണ്ടാ, സോഴ്സ് ഉണ്ട് ഇവിടെ ആണല്ലോ, സോഴ്സ് ഉണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് പാസ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നിന്നാണ് തുടങ്ങുക, ഇവിടെ നിന്നല്ലേ തുടങ്ങുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ പോയിന്റ് ലൂപ്പിലേക്ക് ടുവാർഡ്സ് ദ സർക്യൂട്ട് നോക്കുമ്പോൾ ലൂപ്പ് നോക്കുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് വരുന്നത്, അല്ലാണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ല വന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. therefore the source can be taken as negative. -5 is equal to again ഇനി നമുക്ക് എഴുതാലോ 3 into upwards downwards 3 into i2 minus i1 plus 2i2 plus 5i2 ഇത്രയല്ലേ ഉള്ളൂ. 1 2 3 4 കമ്പോണൻസിന്റെ എഴുതിയിട്ടുണ്ടല്ലോ ആണ്. അപ്പം -5 is equal to 3i2 minus 3i1 plus 2i2 plus 5i2. ഓക്കെ നോക്കാം. ഓക്കെ ഇത് ഇക്വേഷൻ നമ്പർ 2. ലൂപ്പ് 3 നോക്കാം. ലൂപ്പ് 3 ചെയ്യുമ്പോൾ രണ്ട് സോഴ്സ് ഉണ്ട് 3ൽ. ഇങ്ങനെ ഒരു 5 വന്നിട്ട് ഇവിടെ ഒരു 20 വന്നിട്ട് അല്ലേ, 20 വന്നിട്ട് 5 വന്നിട്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് പ്ലസ് സ്റ്റാർട്ട് ചെയ്ത് മൈനസിൽ വന്ന് എൻഡ് ആവും. അപ്പം അത് 5 തന്നെയാണ്. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേനും അഗെയിൻ പ്ലസ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ വന്ന് എന്ത് ചെയ്യാണ്, പ്ലസ്. ക്ലോക്ക് വൈസ് നിങ്ങൾ ചുറ്റിച്ച് നോക്കിയാൽ മതി, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും സാധനം റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ പോകുമ്പോൾ കറണ്ട് ഈ ഡയറക്ഷൻ ചുറ്റിക്കുമ്പോഴത്തേനും പ്ലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൈനസ് എൻഡ് ചെയ്തു. പ്ലസ് +20 തന്നെയല്ലേ. അപ്പോൾ +20 is equal to ഇനി നോക്കിക്കേ 6 into i3 upwards i1 downwards i3 minus i1 ഇത് എഴുതിയിട്ടുണ്ട്. then +4i3 കഴിഞ്ഞു. ഇക്വേഷൻസ് ഒക്കെ കഴിഞ്ഞു. 6i3 minus 6i1 plus 4i3 therefore minus 6i1 plus 10i3. ഓക്കെ, അപ്പം ഞാൻ 3 ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, സർക്യൂട്ടോട്ട് മായ്ക്കുകയും ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ, ഒരു ലൂപ്പ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ലൂപ്പിൽ വരുന്ന എല്ലാ റെസിസ്റ്റൻസിൻ്റെ സമ്മാണ് i1 കമ്പണൻ്റ് ആയിട്ട് വരിക ഫസ്റ്റ് ലൂപ്പ്. സെക്കൻഡ് ലൂപ്പ് ആകുമ്പം സെക്കൻഡ് ലൂപ്പിലെ കറണ്ട് i2 ആണ്. i2ൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഓൾ കമ്പണൻസ് കണക്റ്റഡ് ഇൻ ദ സെക്കൻഡ് ലൂപ്പാണ്. i3യുടെ സമ്മായിട്ട് വരുന്ന തേർഡ് ലൂപ്പ് എടുക്കുമ്പോൾ i3യുടെ സമ്മായിട്ട് വരുന്ന ഓൾ ദ റെസിസ്റ്റൻസ്
സം ഓഫ് ദ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ ദ ലൂപ്പ് 3 ആണ്. ശ്രദ്ധിച്ചോ, ഇതൊക്കെയാണ് ഇൻസ്പെക്ഷൻ മെത്തേഡ് ഈ പറയുക. ഇൻസ്പെക്ഷൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇടുക, അത് ഞാൻ എന്തായാലും ഇടാം. ഇപ്പം നമുക്ക് ഇക്വേഷൻസ് 3 കിട്ടിയല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. എന്താ ചെയ്യേണ്ടത്? മെട്രിക്സ് എഴുതണം. ആദ്യം ബി ടേംസ് എല്ലാം എഴുതാം. 10 -5 25. ഓക്കെ, എഴുതിയിട്ടുണ്ട്. അടുത്ത മെട്രിക്സ് I1 10 -3 -6 -3 10 0 -6 0 10. കണ്ടോ, ഈ ഡയഗണലി വരുന്നതെല്ലാം എന്താണ്? പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? അതാത് ലൂപ്പിലെ കറണ്ട്സിന്റെ എല്ലാം സമ്മായിരിക്കും. I1 ലൂപ്പില് ഫസ്റ്റ് ലൂപ്പിലെ കറണ്ട് ആണ് I1, അത് ഫസ്റ്റ് ലൂപ്പിലെ കറണ്ട് എല്ലാം കമ്പണൻസ് സം ഓഫ് ദ ഓൾ ദ കമ്പണൻസ് കണക്റ്റഡ് ഇൻ ദ ലൂപ്പ് 1. അപ്പോൾ അത് പോസിറ്റീവ് ആയിട്ടാണ്. അതുപോലെ സെക്കൻഡ് ലൂപ്പ് നോക്കുമ്പോൾ സെക്കൻഡ് ലൂപ്പിലെ എല്ലാ കമ്പണൻസിന്റെ സം ചെയ്യണം എന്ന് പറഞ്ഞു, അപ്പോൾ അതും പോസിറ്റീവ് ആണ്. അതുപോലെ തേർഡ് ലൂപ്പ് വരുമ്പോൾ അതും എല്ലാം സമ്മാണ്. I1 I2 I2. ഓക്കെ, I1 I2 I3. ഇനി എന്താ ചെയ്യേണ്ടത്? I1 is equal to delta 1 by delta, I2 is equal to delta 2 by delta, I3 is equal to delta 3 by delta. ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്തെന്നാണ്? S3 മുതൽ ഇങ്ങനെ ക്രാമേഴ്സ് ഒന്നും ചെയ്യേണ്ട. 3 ഇക്വേഷൻസ് എഴുതിയാൽ എന്താണ് 991 MS or 991 ES ആയിരിക്കും നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇക്വേഷൻ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. 3 ഇക്വേഷൻസ് ആണ്. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സിന് ക്രാമേഴ്സ് റൂൾ തന്നെ ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഡെൽറ്റ കാണാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഡെൽറ്റ കാണുമ്പോൾ എന്താ കിട്ടുക? 10 -3 -6 -3 10 0 -6 0 10. ഇതിന്റെ എന്തെടുക്കണം? ഡിറ്റർമിനന്റ് എടുക്കണം. ഡിറ്റർമിനന്റ് എങ്ങനെ എടുക്കുന്നത്? ഇത് മാക്സ് ആണ്. 10 ഇൻറ്റു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്തിട്ട് കോമെട്രിക്സ് എടുക്കും. കോമെട്രിക്സ് എടുക്കുമ്പോൾ ക്രോസ് 10 ഇൻറ്റു 10 100 -0. അപ്പോൾ 10 ഇൻറ്റു 100 ഓൾട്ടർനേറ്റ് ആണ് സിമ്പിൾ. ആദ്യം 10ന്റെ അവിടെ ഞാൻ പോസിറ്റീവ് ആണ് കൊടുത്തത്, അതാണ് 10 ഇട്ട്. ദെൻ മൈനസ് ഓഫ് ഏതാണ് എടുക്കേണ്ടത്? ഈ വാല്യൂ എടുക്കുക. മൈനസ് ഓഫ് ഈ വാല്യൂ -3 ആണ്. ഞാൻ ഇവിടെ എഴുതുന്നു മൈനസ് ഓഫ് -3 ഇൻറ്റു ഈ റോയും ഈ കോളം എലിമിനേറ്റ് ചെയ്യുമ്പോൾ -3 ഇൻറ്റു 10 -30 -0 മൈനസ് എന്ന് വെച്ചാൽ -6 ഇൻറ്റു 0, അപ്പോൾ 0 ആയിട്ട് കിട്ടും. ദെൻ അടുത്ത പ്ലസ് ആണ്. പ്ലസ് ഓഫ് -6 ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ കോമെട്രിക്സ്. 0 മൈനസ് ഓഫ് -60 കിട്ടിയില്ലേ? ഞാൻ ക്രാമേഴ്സ് ഉപയോഗിച്ച് ഡെൽറ്റ കണ്ടുപിടിച്ചു. ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 കണ്ടുപിടിച്ച് I1 I2 I3 കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കാൽക്കുലേറ്ററിലാണ് കേട്ടോ ചെയ്ത് നോക്കിയത്. അപ്പം ചെയ്ത വാല്യൂസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇയേഴ്സ് എന്തായാലും കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാണ്ട് ഡയറക്റ്റ് ഡിറ്റർമിനന്റ് എഴുതി തന്നെ ചെയ്യണം. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി. അപ്പം ഞാനിപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. എഗെയിൻ സിമിലർ, പൊളാരിറ്റി തന്നിട്ടില്ല, ഡിറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഡിറക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇത് വെച്ചിട്ട് എല്ലാ വാല്യൂസും എല്ലാം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം, ഈ ക്വസ്റ്റ്യൻ ഒരു ടിപ്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടില്ല, VS തന്നിട്ടില്ല. ആ VS വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ എങ്ങനെ ഓരോ എന്താണ് ലൂപ്പായിട്ട് എടുക്കുക. ലൂപ്പ് 1, ലൂപ്പ് 2, ലൂപ്പ് 3, ലൂപ്പ് 4. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ലൂപ്പ് 1ന്റെ ഇക്വേഷൻ എഴുതാം. അതിന്റെ പൊളാരിറ്റി മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിരുന്നു. അത് പ്ലസ് മൈനസ് നമുക്കറിയാം. ലൂപ്പ് 1ലെ ഇക്വേഷൻ നമുക്ക് എന്തെന്നാ കിട്ടുക? 10 = 24 I1 5 -2 പ്ലസ് ആയിരുന്നു. ക്ലോക്ക് വൈസ് 5 പക്ഷേ കോമൺ റെസിസ്റ്റർ ആണ്. 2 ലൂപ്പ് ഷെയർ ചെയ്യുന്നുണ്ട് I1 ഉം I2. അപ്പോൾ നമ്മൾ I2ലും പൊളാരിറ്റി കൊടുത്തു. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അനുസരിച്ചിട്ട് പൊളാരിറ്റി കൊടുത്തു. അപ്പോൾ I2 നോക്കുമ്പോൾ ഡൗൺവേർഡ്സ്, I2 അപ്വേർഡ്സ്. സോ +5 ഇൻറ്റു I1 - I2. ഓക്കെ, 24 I1 +5 I1 -5 I2. That is 29 I1 -5 I2 is equal to 10. നോക്കിക്കോ, സപ്ലൈ ഉണ്ടോ? ഇല്ല. സോഴ്സ് വോൾട്ടേജുകളൊന്നും തന്നെ ഇല്ല. അന്നേരം 5 കോമൺ റെസിസ്റ്റർ. ഇത് 3 കോമൺ റെസിസ്റ്റേഴ്സ് ആണ് അല്ലേ? 3 കോമൺ റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ 5 ഇൻറ്റു I2 - I1. I2 ടുവേർഡ്സ് അപ്വേർഡ്സും I1 ഡൗൺവേർഡ്സ് ആണ്. അതുകൊണ്ട് 5 × 0 =
ഈക്വൽ ടു 5 ഇൻറ്റു I2 മൈനസ് I1 പ്ലസ് ഇവിടെ സൂക്ഷിച്ച് നോക്കണേ I2 +2 അത് എഴുതി വയ്ക്കാം. റെസിസ്റ്റൻസിന്റെ പൊളാരിറ്റി നോക്കി റെസിസ്റ്റൻസ് എഴുതി. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ I2 ടുവാർഡ്സ് ഡൗൺവേർഡ്സ് ആ വരുന്നത്. I4 എങ്ങടാ വരുന്നേ ഡൗൺവേർഡ്സ്. അപ്പൊ എന്തെന്നാ പറയാ സെയിം ഡിറക്ഷൻ ആയാൽ കറണ്ട് ആഡ് അപ്പ്. അപ്പൊ എന്തെന്നാ ചെയ്യാ I2 പ്ലസ് I4. മനസ്സിലായോ? സെയിം ഡിറക്ഷൻ ആയിരുന്നു കറണ്ട് വന്നത് ആ 2 ഓം റെസിസ്റ്ററിൽ കൂടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തു. ഇനി ഇവിടെ നോക്ക്. ഇവിടെ നോക്കുമ്പോ I2 ടുവാർഡ്സ് ലെഫ്റ്റും I3 ടുവാർഡ്സ് റൈറ്റും. അപ്പൊ തന്നെ അറിയാം ഓപ്പോസിറ്റ് ഡിറക്ഷൻ I2 മൈനസ് I3 അല്ലേ. ഇനി സ്പ്ലിറ്റ് ചെയ്യാം. നമ്പർ 2. ഇനി നമ്മുടെ ലൂപ്പ് 3. ലൂപ്പ് 3യിൽ എന്താ വരാ വെച്ചാല് തേർഡ് ലൂപ്പില് സോഴ്സ് വോൾട്ടേജ് ഉണ്ടോ ഉണ്ടല്ലോ. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ്. therefore 30 is equal to 5I3. നോ ചേഞ്ച്. അതിപ്പോ നമുക്ക് എങ്ങനെ സുഖമായിട്ട് എഴുതാം. ഓക്കെ ആ ഒരു ലൂപ്പിൽ മാത്രമേ ഉള്ളൂ. 5I3 പ്ലസ് 4 ഇൻറ്റു I3 മൈനസ് I2. അപ്പൊ എന്താ കിട്ടുക -4I2 പ്ലസ് 9I3 ഈക്വൽ ടു 30. ഇനി ലൂപ്പ് 4. ലൂപ്പ് 4 എടുക്കുമ്പോൾ സൂക്ഷിച്ച് എഴുതണേ. 5 ഇവിടുത്തെ എന്താ വരാ പോസിറ്റീവ് ടു നെഗറ്റീവ് VS ആക്കി എഴുതാം. VS is equal to 5I4 plus 2I4 plus I2. സെയിം ഡിറക്ഷൻ അല്ലേ കോമൺ റെസിസ്റ്റർ ആണെങ്കിലും. അന്നേരം എന്തെന്ന് കിട്ടും 2I2 plus 7I4 is equal to VS. ഇനി എന്ത് ചെയ്താൽ മതി സോൾവ് ചെയ്താൽ മതി. ഇപ്പൊ ഞാനിവിടെ മെട്രിക്സ് മെത്തേഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് കാണാനുള്ളത് VS എന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അതിന് എന്ത് ചെയ്യുക വെച്ചാൽ ഡയറക്റ്റ്ലി നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ 14,230 കിട്ടും. ഇനി ഞാൻ ക്വസ്റ്റിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ആ നമ്മുടെ സർക്യൂട്ടിനകത്ത് I4 പാസ് ചെയ്തില്ലേ, അവിടെ ഒരു 5 ഓം റെസിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ. ആ 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 5 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇങ്ങനെയായിരുന്നു അത്. ഇത് 5 ഓം ആയിരുന്നു. I4 ഇങ്ങനെ കിടന്നു. എന്നിട്ട് ഇങ്ങനെ വന്ന വോൾട്ടേജ് ആണ് VS എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ അപ്പം ഇതിന് നമുക്ക് ഇവിടെ 5 ഓം ഉണ്ട്, ഇവിടെ വോൾട്ടേജ് 5 വോൾട്ട് ഉണ്ടെങ്കിൽ കറണ്ട് I എന്താണ് V/R അല്ലേ. 5/5 എന്ന് പറയുന്ന 1 ആംപിയർ കറണ്ട് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് I4 എന്ന് പറയുന്ന 1 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ക്വസ്റ്റിനിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ്. I4 1 ആംപിയർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് VS കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ കറണ്ട് ക്രാമേഴ്സ് റൂൾ ഇട്ട് ഉപയോഗിക്കുന്ന I4 is equal to delta 4/delta. ഡെൽറ്റ 4 നമ്മൾ എന്ത് കൊടുക്കും, ഇതിനെ എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടില്ലേ. ഡിവൈഡ് ബൈ ഡെൽറ്റയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടത്തില്ലേ. ആ കിട്ടുന്ന ഇക്വേഷൻ 1 ആംപിയർ എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ 4ന്റെ ഇക്വേഷൻ 2182 VS മൈനസ് 7860 ഡിവൈഡഡ് ബൈ ഡെൽറ്റയുടെ വാല്യൂ കൊടുക്കുമ്പോൾ ഈക്വൽ ടു 1 എന്ന് ഇക്വേറ്റ് ചെയ്യാലോ. കാരണം I4 എന്ന് പറയുന്ന 1 ആംപിയർ കറണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് VS കണ്ടുപിടിച്ചൂടെ. സുഖം കണ്ടുപിടിക്കേണ്ടത് 14230 ഈക്വൽ ടു 2182 VS minus 7860. That is 14230 plus 7860 is equal to 2182 VS. That is equal to 0. VS കിട്ടും. അപ്പോൾ VS എന്ന് പറയുന്നത് 22090 ഡിവൈഡഡ് ബൈ 2182 എന്ന് കിട്ടത്തില്ലേ. ഇവിടെ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 10.12 വോൾട്ട് എന്ന് കിട്ടും. 10.12 വോൾട്ട് ആണ് നമ്മുടെ VS. ഈ VS അല്ലേ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്.
അല്ലേ? ഇനി നമുക്ക് I1 I2 I3 വേണമെങ്കിൽ എങ്ങനെ Δ1 ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് Δ1/Δ വെച്ച് അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് VSന്റെ മാത്രമാണ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യനിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ആ ക്വസ്റ്റ്യൻ ഫിഗർ വരച്ചപ്പോൾ അവിടെ ഒരു 5 ഓം റെസിസ്റ്റർ I4 കറണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന 5 ഓം റെസിസ്റ്റൻ്റ് അവിടെ ഒരു 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വോൾട്ടേജും റെസിസ്റ്റൻസും ആ 5ന് അക്രോസ് ഉള്ള കറണ്ടും റെസിസ്റ്റൻസും വോൾട്ടേജും തന്നിട്ടുള്ളത് കൊണ്ട് ആ കറണ്ട് I4 കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് കോമൺ റെസിസ്റ്റർ അല്ലല്ലോ, ആ ഒരു ലൂപ്പിലെ മാത്രം കറണ്ട് അല്ലേ, റെസിസ്റ്റർ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് I4 = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ഞാൻ കിട്ടിയ കറണ്ടിനെ എന്ത് ചെയ്തു, ക്രാമേഴ്സിൽ ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ VS കണ്ടുപിടിക്കാൻ VS വരുന്ന 4th ലൂപ്പ് ആകുമ്പോൾ 4th ലൂപ്പിൻ്റെ Δ4 എടുത്തു, Δ4 കണ്ടുപിടിച്ചു. അപ്പോൾ I4 ഇക്വേഷൻ Δ4/Δ, ഡെൽറ്റയുടെ വാല്യൂ ഉണ്ടായിരുന്നു, Δ4ൻ്റെ ഇക്വേഷനും എഴുതി, അത് I ഇക്വേറ്റ് ചെയ്തു. I 1 ആംപിയർ ആയിരുന്നു, I4 എന്ന് പറയുന്ന 1 ആംപിയർ ആണ്. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വോൾട്ടേജ് VS കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെഷ് അനാലിസിസ് ആണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും S3കാർക്കും സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിനും നാസിനും നെറ്റ്വർക്ക് അനാലിസിസിനും സർക്യൂട്ട് തിയറിക്കും എല്ലാം ആവശ്യമുള്ള പോർഷനാണ് മെഷ് അനാലിസിസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. archana.academy@gmail.com എന്ന് പറയുന്ന മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള പ്രോബ്ലംസും എന്താണോ ഡൗട്ട് ക്വസ്റ്റനും അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഇനി വേറെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ക്വസ്റ്റൻ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ട്യൂട്ടോറിയൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വ്യൂ ചെയ്യുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.